എന്താ പറഞ്ഞേ? കഴിക്കും. കഴിച്ചിട്ട് എന്താ ചെയ്യുന്നേ? അങ്ങ് തീർന്നു വന്നു. അങ്ങ് തീർന്നു വന്നു. നമ്മളിങ്ങനെ ഹരേ കൃഷ്ണ, അനഭി ഹരേ കൃഷ്ണ. അപ്പം ഇങ്ങനെ തീർന്നു വന്ന് ഏകദേശമൊക്കെ ആ നല്ല രുചി കഴിഞ്ഞാല് അങ്ങോട്ട് വരുമ്പോഴത്തേനും നല്ല മധുരം, നാവില് വെള്ളം ഊറി നിൽക്കുകയാണ്. അപ്പോഴാണ് മാങ്ങ തീരുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? മാങ്ങയുടെ കുരു, ഇല്ലേ? മാങ്ങാണ്ടി എന്ന് പറയും, ഇല്ലേ? എന്ത് ചെയ്യും അത്? ഉടനെ കളയുമോ? അല്ല, അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയായിരുന്നു, എന്ത് ചെയ്യും? അതിനെയും കടിക്കും. അതെ, അതിനെയും വേണ്ടിയിട്ട് മധുരമൊക്കെ പോയെങ്കിലും അതും ഇങ്ങനെ പിടിച്ച് ഉറിഞ്ചിയിരിക്കും, ഇല്ലേ? ശരിയല്ലേ? അതുപോലെയാണ് കാർത്തിക മാസത്തിനെ നമ്മൾ നിൽക്കേണ്ടത്. വിടരുത് കാർത്തിക മാസം. ഇത് ഏറ്റവും ഭാഗ്യം ചെയ്ത മാസമാണ്. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ടുള്ള ഒരു മാസമാണ് കാർത്തിക മാസം. ഏത് മാസം? കാർത്തിക മാസത്തില് നമ്മള് ആരെയാണ് വിളിക്കേണ്ടത്? കൃഷ്ണൻ. കൃഷ്ണന്റെ ഏത് രൂപമാണ്? കൃഷ്ണൻ. ഏത് രൂപമാണ്? അപ്പൊ എന്താ ചെയ്യേണ്ട? ബ്രഹ്മി ഹരേ കൃഷ്ണ, ഇന്ന് അവിടെ വിളക്ക് വെക്കാന്ന് പറഞ്ഞിരുന്നില്ലേ? ഹരേ കൃഷ്ണ, ബ്രഹ്മി കേൾക്കുന്നുണ്ടോ? ബ്രഹ്മിക്ക് നെറ്റ് ലോ ആണെന്ന് തോന്നുന്നു. അതെ, ഓക്കെ, നോ പ്രോബ്ലം, നോ ഇഷ്യൂ. നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം, കുഴപ്പമില്ല. അപ്പം അതുകൊണ്ടാണ് കാർത്തിക മാസത്തില് നമ്മള് എപ്പോഴും ദാമോദര ഭഗവാനെ വിളിക്കണം. എന്ത് ദാമോദര ഭഗവാൻ? ദാമോദര ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാമോദരൻ എന്ന് പറഞ്ഞാൽ എന്താ? അതെ, പക്ഷെ ദാമോദരൻ എന്ന് വിളിച്ചത് എന്തിനാണ്? ഉദരത്ത് കയറ് കെട്ടിയതുകൊണ്ട് ദാമോദരൻ. അപ്പൊ ദാമം എന്ന് പറഞ്ഞാൽ എന്താ? കയറ്. ഉദരം കയറ്. അപ്പം വയറിനെ കയറുകൊണ്ട് ഒരലിലോട്ട് യശോദാമ്മ ചേർത്ത് കെട്ടി. അപ്പൊ കൃഷ്ണൻ എന്ത് പേര് വന്നു? ദാമോദരൻ എന്ന് പേര് വന്നു. നമ്മുടെ അച്ഛന്റെ പേര് ദാമോദരനാ. അതെ, കൃഷ്ണൻ എന്ന് പറഞ്ഞ പേര് എന്തുകൊണ്ടാ വന്നത്? ഓക്കെ, ഇനി കൃഷ്ണൻ എന്ന് പറഞ്ഞ പേര് എന്തുകൊണ്ടാണ്? നല്ല ക്യൂട്ട് ആയോണ്ട്. ഓക്കെ. പിന്നെ വരട്ടെ. കറുത്ത നിറമായതുകൊണ്ട് കൃഷ്ണൻ എന്ന പേര് വന്നു. ഇനി അടുത്തത് അചൽ കൃഷ്ണൻ എന്ന് പറയുന്നു. എന്തുകൊണ്ടാ കൃഷ്ണൻ എന്ന പേര് വന്നത്? എന്നാലും അചൽ കൃഷ്ണൻ എന്തുകൊണ്ടാ പേരിട്ടത്? അചൽ എന്തിനാ പേരിട്ടെ? അച്ഛനോട് ചോദിച്ചേ. നല്ലൊരു പേരാന്ന് തോന്നി. എവിടെയോ എന്തോ കണ്ട് റെഫർ ചെയ്തതല്ലേ? തോന്നി, മനസ്സിലൊന്ന് ഉടക്കി, ഇല്ലേ? ഒന്ന് ക്യാച്ച് ചെയ്തു. ഇപ്പൊ എനിക്കൊരു മകനാണെങ്കിൽ ആ മകന് ഞാൻ ഇങ്ങനെ ഒരു പേരിടാം എന്ന് വിചാരിച്ചു, അല്ലേ? അതാണ് അതിന്റെ ഇത്. നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് അതാണ്. നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് ആ ഒരു എന്തോ ഒരു മാനസിക തലത്തിലെത്തും. അപ്പൊ ആ പേര് സ്യൂട്ടബിൾ ആണ് എന്ന് നമുക്ക് തോന്നും. അപ്പം അജൽ എന്ന് പേരിട്ടു. ഓക്കെ. രാശി എന്തുകൊണ്ടാ പേരിട്ടത്? അച്ഛനടുത്ത് ചോദിച്ചേ. എന്റെ പേര് അങ്ങനെ ഇട്ട് എന്തിനാന്ന് ചോദിക്കുക. രാവിലെ എല്ലാം കുഴപ്പിച്ച ചോദ്യങ്ങളാ ചോദിക്കുന്നത്. നല്ല പേരാണ് തോന്നിയോണ്ട്.
നല്ല പേരാണ്. വേറെ എല്ലാ പേരും ഉണ്ടല്ലോ. എന്റെ പേര് നല്ലതല്ലേ? മാച്ചിങ് നെയിം ആയതുകൊണ്ടായിരിക്കും. മാച്ചിങ്. ഓക്കെ. അപ്പം അതും ഒരു കാരണമാണ്, ഒരു റീസൺ ആണ്. ഓക്കെ. അനഭി എന്താ അനഭി എന്ന് പേരിട്ടത്? അഭിനവിനെ തിരിച്ചിട്ടതാണോ അനഭി എന്ന്? ആണോ? അല്ല വേറൊന്നും അല്ലല്ലേ? എന്റെ പേര് ഷഫിൾ ചെയ്ത് അനബിന്ന് കിട്ടിയത്. ഇപ്പൊ എല്ലാരും അങ്ങനല്ല. നന്നു, മിന്നു. ഹരേ കൃഷ്ണമാജി. ഹരേ കൃഷ്ണ. അപ്പം ഇനി നമ്മൾ എങ്ങോട്ട് വരുന്നു? തീർത്ഥയിലോട്ട് വരുന്നു. തീർത്ഥ എന്തുകൊണ്ട് പേരിട്ടു? അച്ഛന്റെ അമ്മയോട് ചോദിക്കും. രാവിലെ ഇങ്ങനെയാണെങ്കിൽ രാവിലത്തെ ക്ലാസ്സിന് എന്താ വരുന്നിരിക്കല്ലേ? എന്തിനു പേരിട്ടു? തീർത്ഥം. അപ്പം ഭഗവാന്റെ പ്രസാദമാകണമെന്ന് വിചാരിച്ച് തീർത്ഥയ്ക്ക് അങ്ങനെ പേരിട്ടു അല്ലേ? ശരി. അപ്പം ഇനി ഗോവിന്ദന് എങ്ങനെ പേര് വന്നു അങ്ങനെ? ഹരേ കൃഷ്ണ. ഗോവിന്ദ് കേൾക്കുന്നില്ല? അച്ഛനില്ലേ? ഗോവിന്ദ്. ഭഗവാന്റെ പേര് വേണമെന്ന് വിചാരിച്ച് ഗോവിന്ദ് എന്ന് പേരിട്ടു. സ്നേഹ ഹരേ കൃഷ്ണ. അമ്മയുണ്ട് ഇവിടെ. ഹരേ കൃഷ്ണ. സ്നേഹയ്ക്ക് എന്താ സ്നേഹ എന്ന് പേര് വന്നത്? വീഡിയോയിൽ വരൂ. അച്ഛനും അമ്മയും വിട്ടു. അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ ഇടാൻ തോന്നിയത് എന്തുകൊണ്ടാ? അവർക്ക് ആ പേര് ഇഷ്ടമായിരുന്നു. അമ്മ എന്ത് ചെയ്യും? അമ്മ അടുത്തുണ്ടോ? അമ്മയടുത്ത് ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് സ്നേഹ എന്നിട്ടു പേര്? അമ്മ എവിടെ ഇല്ല പ്രഭു. ഹരേ കൃഷ്ണ. അപ്പം സ്നേഹം എപ്പോഴും സ്നേഹമായിട്ട് വേണം എന്ന് ചിന്തിച്ച് സ്നേഹത്തിട്ടു. നേരത്തെ അചലിന്റെ പേര് എവിടെയോ സ്ട്രൈക്ക് ചെയ്തിട്ട് എനിക്ക് മകനാണെന്നുണ്ടെങ്കിൽ എനിക്ക് മകനായിട്ട് അചൽ എന്ന് പേരിടണം എന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ എല്ലാം ഒരു കൺസെപ്റ്റ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, ആ അർത്ഥം വന്നിട്ടുണ്ട്. ആ അർത്ഥത്തെ അനന്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേരിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ പേരിട്ടിരിക്കുന്നത് ആ പേര് തന്നെ വീട്ടിലും വിളിക്കണം. അല്ലാതെ നമ്മൾ ഒരു പേരിടും, അത് സർട്ടിഫിക്കറ്റില്, സ്കൂളില്, പിന്നെ വീട്ടിൽ നന്നു, മിന്നു, കുട്ടി എന്നൊക്കെ ഇടും, ചിന്നു. അപ്പം നമ്മൾ ഏതർത്ഥത്തിലാണോ പേരിട്ടത് ആ പേരിനൊരു ബലമില്ലാതെ വരും. നമ്മൾ ഇടുന്ന പേര് സ്ട്രെങ്തൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ നാമത്തെ നമ്മൾ കൂടുതൽ 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 വിളിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പം പേരിന് ഒരുപാട് ശക്തിയുണ്ട്, ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. അതുകൊണ്ടാണ് വൈഷ്ണവ ദീക്ഷ എടുക്കുമ്പോൾ വൈഷ്ണവരെ ആ ഗുരുക്കന്മാര് രണ്ടാമതൊരു പേരിടും. അതായത് ഒരു ദ്വിജന്മമാണ്, രണ്ടാമത്തെ ജന്മമാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഗുരുവിന്റെ മന്ത്രദീക്ഷ എടുക്കുമ്പം രണ്ടാമതൊരു പേര് തരും. അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു പേരാണ് തരുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഗുരുവിട്ട പേര് മുരളീനാഥ കൃഷ്ണദാസ്. വെറും മുരളീനാഥനല്ല, മുരളീനാഥൻ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ എന്നാണ് വരുന്നത്. അപ്പം ആ കൃഷ്ണന്റെ ഭഗവാന്റെ ദാസൻ മുരളീനാഥ കൃഷ്ണദാസ്. കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ദാസന്മാരായിട്ട് അറിയപ്പെട്ടത് ഏത് കുടുംബമാണെന്നറിയാമോ?
അറിയാമോ? എന്തോ എന്തോ പത്മനാഭദാസന്മാര്. അതെ, തിരുവിതാംകൂർ രാജവംശമാണ്. നോട്ട് ചെയ്തോണം. ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് ഭഗവാന്റെ ദാസൻ എന്ന് പറയുന്നത് പത്മനാഭദാസൻ. അദ്ദേഹം റോയൽ ഫാമിലിയാണ്, രാജാവാണ്. ദേശത്തിന്റെ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരും കേൾക്കും, ആരും ചോദ്യം ചെയ്യില്ല. പക്ഷേ അദ്ദേഹം ഒരാളുടെ ദാസനാണ്. ഞാൻ സെർവന്റ് ആണ്, ഞാൻ ഭഗവാന്റെ ഇംഗിത പ്രകാരമാണ് ഞാൻ ഈ ദേശത്തെ നയിക്കുന്നത്. ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും, രാവിലെ പോവും, ശ്രീപത്മനാഭനെ കാണും, പത്മനാഭന്റെ അടുത്ത് പറയും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതിനനുവദിച്ചാലും. അങ്ങനെ ഭഗവാന്റെ അനുവാദവും ചോദിച്ച് എല്ലാം ചെയ്തിട്ട് വൈകിട്ട് വീണ്ടും തിരിച്ചു വരും. പറയും പത്മനാഭന്റെ അടുത്ത് ഇന്ന കാര്യങ്ങളെല്ലാം അങ്ങേക്ക് വേണ്ടി ചെയ്തിട്ടു, അങ്ങയിൽ സമർപ്പിതമായിട്ട് ചെയ്തു. അവിടെയാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. അപ്പം പേരിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. കൃഷ്ണ എന്ന് പേരിട്ടത് എന്തിനാണ്? ആരാണ് കൃഷ്ണന് പേരിട്ടത്? അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പിട്ട് സ്നേഹ ഒരു കീർത്തനം നമുക്ക് ചെയ്യാം. ഹരേ കൃഷ്ണ. സ്നേഹ എപ്പോഴും എൻ്റെ അടുത്ത് പരാതി പറയും, പെട്ടെന്ന് കയറി പറയരുത്, നേരത്തെ പറയണമെന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ എനിക്കൊരു വട്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി ഞാൻ പറയും. അതാണ് എൻ്റെ ഒരു വട്ട് എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഓക്കെ, ബ്രഹ്മയുടെ വീഡിയോ ഇതുവരെ ശരിയായിട്ടില്ല അല്ലേ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളപ്പോ വീഡിയോ ബ്ലാക്ക് ആവും. ആ ഓക്കെ, അപ്പൊ നോ പ്രോബ്ലം. നമുക്ക് അടുത്ത ആഴ്ച അവിടുത്തെ വിളക്ക് വെക്കാം. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി പ്രഭു. റീസ്റ്റാർട്ട് ചെയ്യാനകത്ത് കംപ്ലീറ്റ് സൂം ഉണ്ട്, റീസ്റ്റാർട്ട് ആണ്. രാവിലെ നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ജാൻവി ആണത് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഓക്കെ സ്നേഹ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ എല്ലാവർക്കും. ഗോകുല തരുണി മണ്ഡല മഹിതേ രാധേ ജയ ജയ മണ്ഡലൈകേ ദാമോദര രാധി വദന വേഷ ഹരിദേശ വൃന്ദ വിൽകിലേശ രാധേ ജയ ജയ മണ്ഡലൈകേ രാധേ ജയ ജയ മണ്ഡലൈകേ വൃഷഭാനുദാരി നവശശിലേഖേ ലളിത സഖി ഗുണ രമിത വിശാഖേ രാധേ ജയ ജയ മാധവദൈകേ രാധേ ജയ ജയ മാധവദൈകേ കരുണാം കുരു മയി കരുണാഭരിതേ സനക സനാതന വനിത ചരിതേ രാധേ ജയ ജയ മാധവദൈകേ രാധേ ജയ ജയ മാധവദൈകേ ഗോകുല തരുണി മണ്ഡല മഹിതേ ഗോകുല തരുണി മണ്ഡല മഹിതേ രാധേ ജയ ജയ മാധവദൈകേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ
Krishna 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 Hare 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 Rama 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 Hare Hare Jaya Jaya Madhava Radhe Jaya Jaya Madhava Radhe Jaya Jaya Madhava Shri Radha Madhav ki jai. Hare Krishna. Thank you. Hare Krishna. Radhe Jaya Jaya Madhava. Last word എന്താ? ദൈതി. ഹരേ കൃഷ്ണ. അപ്പം കൃഷ്ണന്റെ പേര് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ്. കൃഷ്ണൻ ആരാണ് ആദ്യം പേരിട്ടത്? അറിയാമോ കൃഷ്ണന് പേരിട്ടത് ആരാണെന്ന്? യശോദാമ്മ. ഓക്കെ, ഇനി പറയൂ. കൃഷ്ണൻ ആദ്യം പേരിട്ടത്, അന്നത്തെ സമയത്ത് എല്ലാവർക്കും ഗുരുക്കന്മാരുണ്ടായിരുന്നു. എല്ലാ വീട്ടുകൾക്കും കുടുംബഗുരു, നമ്മുടെ സാധാരണ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും നമുക്ക് ഫാമിലി ഡോക്ടർ ഉണ്ട്. എന്ത് വന്നു കഴിഞ്ഞാലും ആ ഫാമിലി ഡോക്ടർ, ഒരു വിശ്വാസം, ആദ്യം നമ്മൾ റെഫർ ചെയ്യുന്നത് ഫാമിലി ഡോക്ടർ, അത് നല്ല ഡോക്ടറാണ്. പണ്ട് മുതലേ എൻ്റെ കുട്ടികളെ, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുട്ടികളെയൊക്കെ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. പക്ഷേ ഇപ്പം അതുപോലെ എല്ലാ കുടുംബത്തിനും ഒരു ഗുരു ഉണ്ടായിരുന്നു. അതിനെ കുലഗുരു എന്ന് പറയും. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടതും അതാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഐശ്വര്യത്തിന് കുറച്ചൊക്കെ നഷ്ടം വന്നത്. അപ്പം നന്ദഗോപരുടെയും യശോദാമ്മയുടെയും കുലഗുരുവായിരുന്നു ഗർഗ ആചാര്യൻ എന്ന് പറയും. ഗർഗ മഹർഷി എഴുതി വെച്ചോണം, നോട്ട് ദ പോയിന്റ്. ഗർഗ മഹർഷി. ആ ഗർഗ മഹർഷിക്ക് അറിയാം ഈ കൃഷ്ണൻ ആരാണ് എന്നുള്ളതും, ദേവകിയുടെ പുത്രനാണ്, യശോദാമ്മയുടെ അടുത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നും, കൃഷ്ണൻ ആരാണ് എന്നും, കൃഷ്ണൻ സാക്ഷാൽ ഭഗവാനാണെന്നും ഗർഗ ആചാര്യർക്ക്, ഗർഗ മഹർഷിക്ക് അറിയാം. ഗർഗ മഹർഷി അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നന്ദഗോപരെടുത്ത് പറയും, ഇത് സാധാരണ ശിശു അല്ല, എല്ലാവരാലും ആകർഷിക്കപ്പെടുന്നവരാണ്, ഈ ജഗത്തിന്റെ മൊത്തം കേന്ദ്ര ബിന്ദുവായിട്ട് ഈ ശിശു മാറും എന്ന് പറഞ്ഞു. എല്ലാവരാലും അട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിന് അർത്ഥം വരുന്ന പേരാണ് ഞാൻ ഇടാൻ പോകുന്നത് എന്ന് ഗർഗ മഹർഷി പറയും. അങ്ങനെ എല്ലാവരെയും ആകർഷിക്കപ്പെടുന്നവൻ എന്ന അർത്ഥം വരുന്ന കൃഷ്ണ എന്ന് പേരിട്ടു. അപ്പൊ കൃഷ്ണ, ദ മീനിങ് ഈസ് ആൾ അട്രാക്റ്റീവ്, എല്ലാവരാലും ആകർഷിക്കപ്പെടും. ഇപ്പൊ മനസ്സിലായോ? ഏതൊരാൾ നോക്കിക്കഴിഞ്ഞാലും ഭഗവാനെ ഇങ്ങനൊന്ന് നോക്കിയിരിക്കും. ഇപ്പം ഈ കാർത്തിക മാസത്തില് നമ്മൾ ഇതൊക്കെ പ്രത്യേകം സ്മരിക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു ഗുരു ഉണ്ടായിരിക്കണം, ഒരു ആത്മീയമായി ഒരു ഗുരു ഉണ്ടായിരിക്കണം. നമ്മുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്, നമ്മുടെ പുരോഗമനത്തിന് വേണ്ടുന്ന ഏതൊരു കാര്യത്തിന്റെ അഭിപ്രായങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് ഗുരുവിനോടാണ്. പണ്ട് രാജഭരണത്തിലും അങ്ങനെ ഒരു ഗുരു ഉണ്ടായിരുന്നു. മോഡേൺ ആയപ്പോൾ അതിനൊരു പേര് വന്നു, അഡ്വൈസർ. അങ്ങനെ വന്നു, അഡ്വൈസറിഷിപ്പ്, അഡ്വൈസറി ടീം, അഡ്വൈസറി മാനേജ്മെന്റ്, അങ്ങനെ ഒരു പേര് വന്നു. അപ്പൊ ആ ഗുരു ഉണ്ടാകുമ്പോൾ ആ ഗുരുവിന് ഭഗവാനോട് കണക്റ്റഡ് ആയിരിക്കും. അവിടെ അസൂയയില്ല, അത്യാഗ്രഹമില്ല, മാത്സര്യമില്ല. ആ ഗുരുവിന് മാത്രമേ നമ്മളോട് നിഷ്കളങ്കമായി, നിഷ്പക്ഷമായി കാര്യങ്ങൾ പറഞ്ഞു തരാനും സംസാരിക്കാനും അറിയത്തുള്ളൂ. അതെല്ലാം എന്നുണ്ടെങ്കിൽ എത്ര അഭ്യുദയകാംക്ഷിയാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ചെറിയ ഒരു അസൂയ വരുമ്പോൾ, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, പായസം നല്ലതുപോലെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുമ്പം പതുക്കെ ഇടയ്ക്ക് പറഞ്ഞു വിടും, ഇത്തിരി 1 സ്പൂൺ ഉപ്പും കൂടി ഇടൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. സുന്ദരമായിട്ട് പായസം ഉണ്ടാക്കാനും പറഞ്ഞു തന്നു. അവസാനം ലാസ്റ്റിൽ വിളിച്ച് പറയും, അതെ ഒരു ചെറിയൊരു പൊടിക്കൊരു ഉപ്പും കൂടി ഇട്ടേക്കാൻ പറയും. എന്നതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന എല്ലാ ഉപദേശങ്ങളും. അപ്പം നമ്മുടെ ജീവിതത്തിൽ പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗുരുവിനെ ആവശ്യമാണ്. കാർത്തിക മാസത്തിൽ പറയുന്നു, ന കാർത്തിക സമോ മാസം. മാസങ്ങൾ ഇത് എഴുതി വെച്ചിട്ടില്ല എല്ലാവരും? ന കാർത്തിക സമോ മാസം. മാസങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ശ്രേഷ്ഠമായ മാസം കാർത്തിക മാസം. ന കൃതേന സമം യുഗം. യുഗങ്ങളില് നമുക്ക് 4 യുഗം ഉണ്ടായിരുന്നു. കൃതയുഗം അഥവാ സത്യയുഗം, പിന്നെ ദ്വാപരയുഗം, പിന്നെ ത്രേതായുഗം, പിന്നെ കലിയുഗം. ആ യുഗങ്ങളില് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കൃതയുഗം അഥവാ സത്യയുഗം. ഇനി ന വേദ സമം ശാസ്ത്രം. മോഡേൺ സയൻസ് ആണെങ്കിലും ഓൾഡ് സയൻസ് ആണെങ്കിലും അതില് ശ്രേഷ്ഠമായത്, ദ ഫസ്റ്റ് വൺ ഈസ് ദ അൾട്ടിമേറ്റ് വൺ ഈസ് വേദാസ്. ആ വേദങ്ങളിലെ നെക്ടറാണ് ഉപനിഷത്ത്. ഇനി ആ ഉപനിഷത്തിന്റെയും നെക്ടറാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് ആ നെക്ടറിനെ നമ്മൾ എടുക്കുന്നത്. എല്ലാം കടഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്, അത് നമ്മൾ എടുത്ത് കുടിച്ചാൽ മതി. പിന്നെ തീർത്ഥയിലോട്ട് വരാം. തീർത്ഥം ഗംഗയാസമം. തീർത്ഥങ്ങളില് പുണ്യജലങ്ങളില് ഗംഗാജലമാണ് ശ്രേഷ്ഠം. ഹരേ കൃഷ്ണ. അപ്പം കാർത്തിക മാസത്തില് ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ബ്രഹ്മേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. റെഡിയാക്കി വെച്ചോ? റെഡിയാക്കി വെച്ചു, പക്ഷെ കത്തിച്ചിട്ടില്ല. സൂം ചെയ്ത് കത്തിച്ചോളൂ. അമ്മ വന്നിട്ട് പൂ വെച്ചിട്ട് കാണിച്ചു തരാം കത്തിച്ചിട്ട്. ഓക്കെ, നോ ഇഷ്യൂ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പം കാണാൻ പറ്റുമോ? ഓ, കാണാൻ പറ്റും. അപ്പം നമ്മള് കാർത്തിക മാസത്തിന്റെ മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് കാർത്തിക മാസം സ്നേഹ റെഡിയായിട്ടു. ആരാണ് അടുത്തത് പാടുന്നത്? ഓക്കെ, രാഖി രാശി പാടുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ, പാടിക്കോളൂ. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമേ ഈശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ത്രിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ, താങ്ക് യു. ശ്രേഷ്ഠമായ മന്ത്രം, അതും കാർത്തിക മാസത്തിൽ ഇത് ജപിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാണ്. എന്താണ്? ഈ കാർത്തിക മാസത്തിലാണ് ഭഗവാൻ ഗോവർദ്ധനത്തെ പൊക്കി നിർത്തിയത്. ഏത് വിരലിലാ പൊക്കി പിടിച്ചിരിക്കുന്നത്? ഏത് വിരൽ കൊണ്ടാ പിടിച്ചത്, പൊക്കിയത്? ചെറുവിരല്. ഏത് കൈയിലെ ചെറുവിരല്? ഇടത് കൈയിലെ ചെറുവിരല്. ആ ചെറുവിരലില് വലിയൊരു മൗണ്ടൻ. വൃന്ദാവനത്തിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വലിയൊരു മൗണ്ടനെ ചെറിയ വിരല് കൊണ്ട് പിടിച്ചിട്ട് എത്ര ദിവസം പിടിച്ചു നിന്നു? 7 ദിവസം. 7 days. 7 into 24. 7 days പിടിച്ചു. പെരുമഴയായിരുന്നു, ഭയങ്കര മഴ. ആ മഴ പെയ്ച്ച മേഘത്തിന്റെ പേരെന്താ? ആ ക്ലൗഡിന്റെ പേരെന്തായിരുന്നു? ദ നെയിം ഓഫ് ദ ക്ലൗഡ്. സംവർത്തക. എഴുതിക്കൂ. ഭഗവാൻ ഗോവർദ്ധന പർവ്വതം പിടിച്ചപ്പോൾ, ആ മൗണ്ടൻ പിടിച്ചപ്പോൾ അന്ന് പെയ്ത മഴയുടെ ആ മേഘത്തിന്റെ പേരാണ് സംവർത്തക. ക്ലൗഡിന്റെ പേരാണ് സംവർത്തക.
ഹരേ കൃഷ്ണ. അപ്പം ഇന്ന് ഈ ദിവസം നമ്മള് ദിലീപിജിയുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം ബ്രഹ്മിയുടെ വീട്ടിലും. ഇന്ന് ഈ ഗൃഹസ്ഥർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഈ കാർത്തിക മാസത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒപ്പം ഈ വീട്ടിലെ ഗൃഹസ്ഥരിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ അച്ഛനും അമ്മയും കുടുംബത്തിനും എല്ലാവർക്കും ഭഗവാന്റെ ദാമോദര ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സ്നേഹ റെഡിയല്ലേ? ഹരേ കൃഷ്ണ. പ്രഭു എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? എന്താ കഥയാണോ പറയുന്നത്, പ്രസന്റേഷൻ ആണോ, എന്താണുള്ളത്? ഗെയിമാണ്, പക്ഷെ പ്രസന്റേഷൻ ഉണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ ചെയ്തു. പ്രഭു എനിക്ക് സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവർക്കും? Yes. Okay. So, Hare Krishna. So let's play a quick game, and it will be like a run through of the Damodar Leela as well. So it's a guessing game, okay? So, what is the name of Krishna's mother? Anyone, just unmute yourself and say. Yashodama. Yes. Exactly. Now, why did Mother Yashoda leave Krishna and go? What did she do? Take the burning milk out of the burner. Exactly. Yes. She wanted to remove the milk from it. Who did Krishna share the butter with? The monkeys. 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 Ah, monkeys. What did Mother Yashoda do as punishment to Krishna for stealing the butter? Tied him in a wood. Tried to Tied him with rope and like a wood. Yes, she did tie him to a rope. Tie him with a rope. Do you know what is the name of the trees? These two. Nalakubera and Manikriva. Yeah, the name of the demigods, the Devatas. There's a specific name for the trees together. Does anyone know? Arjuna Yamala. Close enough. Yamala Arjuna tree. So Yamala Arjuna trees. That's so nice. You all know this. I thought nobody would know, but yeah. So now here is the question. What are the name of the Devatas? Now someone already told me. Yes, exactly. Oh my God, everyone here are all philosophers. Everyone knows everything. Who cursed them to become trees? Narada Muni. Exactly, Narada Muni, yes. Thank you. So you know the whole Damodar Leela really, really well. So to all of you, Hare Krishna. താങ്ക് യു സ്നേഹ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തത് എന്താ?
മറ്റെന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ കൊടുക്കാൻ? ഹരേ കൃഷ്ണ. ഓക്കെ, സ്റ്റോറി ഉണ്ടോ? ഞാനിപ്പോ സ്റ്റോറി ഇല്ല ചെയ്തത് അവരുടെ കൂടെ ആണോ പറഞ്ഞത്? ഓക്കെ, ശരി. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം നമ്മള് നെക്സ്റ്റ് ആരാണ് നെക്സ്റ്റ് പാടുന്നത്? അനബി. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ അനബി? ഹരേ കൃഷ്ണ. മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ? മ്യൂട്ടാണ്. എന്നാ പാടിക്കോളൂ. 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 ഹരേ കൃഷ്ണ. വാസുദേവ പരവേദ വാസുദേവ പരാമകഃ വാസുദേവ പരയോഗ വാസുദേവ പരക്രിയാഃ വാസുദേവ പരജ്ഞാനം വാസുദേവ പരതപഃ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരഗതിഃ. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വെരി ഗുഡ്. വാസുദേവ പരാവേദ, പിന്നെന്താ? വാസുദേവ പരാമഹാഹ, പിന്നെ വാസുദേവ പരം ജ്ഞാനം, പിന്നെ പരയോഗ. എന്തും ഏതും എല്ലാം ഭഗവാനാണ്. ഭഗവാനിലാണ് അർപ്പിക്കേണ്ടത്. എല്ലാം ഭഗവാനാണ്. ഇതിനപ്പുറം മറ്റൊന്നുമില്ല. ഈ ഒരു അൾട്ടിമേറ്റ് നോളജാണ് നമുക്ക് ആദ്യം വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവും. ഇല്ലെങ്കിൽ എന്താ പറയുന്നത് അറിയാമോ? നമ്മൾ നോക്കുമ്പം ഇത് ആർക്ക് കൊടുക്കണം, ആരാണ് ഭഗവാൻ? എപ്പോഴും മനസ്സിലൊരു ചിന്തയാണ്, രണ്ട് ചിന്ത വരും, ആരാണ് ഏതാണ്. കൺഫ്യൂസ്ഡ് മൈൻഡാണ്. കൺഫ്യൂസ്ഡ് മൈൻഡ് ആകുമ്പം ഇപ്പം നമ്മൾ ജോലി ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം മനോജിക്കൊക്കെ അറിയാൻ പറ്റും. ആദ്യത്തെ ആൻസർ നമ്മൾ പറയേണ്ടത് യെസ് ഓർ നോ ആണ്. ഇൻ ബിറ്റ്വീൻ ഒന്നും പറയണ്ട. അത് ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, നോ. മേലധികാരികൾക്ക് ആദ്യം വേണ്ടത് യെസ് ഓർ നോ എന്താണെന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ ഉള്ളു എന്താണെന്ന് ജസ്റ്റിഫിക്കേഷൻ ചോദിക്കുന്നത്. അപ്പം അതുപോലെ നമുക്ക് കൺഫ്യൂസ്ഡ് മൈൻഡ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് യെസ് ഓർ നോ ആൻസർ പറയാൻ പറ്റത്തില്ല. ശരിയല്ലേ മനോജി? അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കണം. ഏതൊരു കാര്യത്തിനും ആൻസർ കൃത്യമായിട്ട് പറയാൻ പഠിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭഗവാൻ ആരാണ് എന്ന് പറയുമ്പോൾ വേദങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമുണ്ട്, ഒറ്റ പേരാണ് ആദ്യം വരുന്നത്, കൃഷ്ണ എന്ന് വരുമ്പോൾ നമ്മൾ ആ കൺഫ്യൂസ്ഡ് മൈൻഡ് മാറിയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്തി. അപ്പൊ നമുക്ക് എന്തും ഡയറക്റ്റ് ചോദിക്കാനുള്ള ഒരു ലിങ്ക്, ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വന്നു. മനസ്സിലായില്ലേ? അവിടെയാണ് ഭഗവത്ഗീതയില് പത്മപുരാണത്തിൽ മഹാദേവര് പാർവതി ദേവിയോട് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ആദ്യം പറയുന്ന ധ്യാന ശ്ലോകത്തിൽ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്രയേവ ഏകോ മന്ത്രതസ്യ നാമാനി കർമാപി ഏകം തസ്യ ദേവസ്യ. ഹരേ കൃഷ്ണ. അപ്പം അടുത്ത കീർത്തനം ആരാണ്? എന്തെങ്കിലും എന്താ പറഞ്ഞ? ആര് പാടുമെന്നാ പറഞ്ഞത്? ഞാൻ പാടട്ടെ? ഓക്കെ, നോ ഇഷ്യൂ, പാടിക്കോളൂ. അച്യുതം കേശവം കൃഷ്ണ ദാമോദരം അച്യുതം കേശവം കൃഷ്ണ ദാമോദരം രാമനാരായണം ജാനകി വല്ലഭം രാമനാരായണം ജാനകി वल्लभम कौन कहते भगवान आते नहीं
कौन कहते हैं भगवान आते नहीं, तुम मीरा की जैसे बुलाते नहीं, तुम मीरा की जैसे बुलाते नहीं। अच्युतं केशवं कृष्ण दामोदरम्, अच्युतं केशवं कृष्ण दामोदरम्, राम नारायणं जानकी वल्लभम्, राम नारायणं जानकी वल्लभम्। कौन कहते भगवान खाते नहीं, कौन कहते भगवान खाते नहीं, बेर शबरी की जैसे खिलाती नहीं, बेर शबरी की जैसे खिलाते नहीं। अच्युतं केशवं कृष्ण दामोदरम्, अच्युतं केशवं कृष्ण दामोदरम्, रामनारायणं जानकी वल्लभम्, रामनारायणं जानकी वल्लभम्। कौन कहते हैं भगवान सोते नहीं, कौन कहते हैं भगवान सोते नहीं, माँ यशोदा के जैसे सुलाते नहीं, माँ यशोदा की जैसे सुलाते नहीं। अच्युतं केशवं कृष्ण दामोदरम्, अच्युतं केशवं कृष्ण दामोदरम्, रामनारायणं जानकी वल्लभम्, रामनारायणं जानकी वल्लभम्। कौन कहते हैं भगवान नाचते नहीं, कौन कहते हैं भगवान नाचते नहीं, गोपियों की तरह तुम नचाते नहीं, गोपियों की तरह तुम नचाते नहीं। अच्युतं केशवं कृष्ण दामोदरम्, अच्युतं केशवं कृष्ण दामोदरम्, रामनारायणं जानकी वल्लभम्, रामनारायणं जानकी वल्लभम्। नाम जपते चलो काम करते चलो, नाम जपते चलो काम करते चलो, हर समय कृष्ण का ध्यान करते चलो, हर समय कृष्ण का ध्यान करते चलो। अच्युतं केशवं कृष्ण दामोदरम्, अच्युतं केशवं कृष्ण दामोदरम्, रामनारायणं जानकी वल्लभम्, रामनारायणं जानकी वल्लभम्। याद आएगी उनको कभी ना कभी, याद आएगी उनको कभी ना कभी, कृष्ण दर्शन तो देंगे कभी ना कभी, कृष्ण दर्शन तो देंगे कभी ना कभी। अच्युतं केशवं दामोदरम्, अच्युतं केशवं कृष्ण दामोदरम्, रामनारायणं जानकी वल्लभम्, रामनारायणं जानकी वल्लभम्। अच्युतं केशवं कृष्ण दामोदरम्, अच्युतं केशवं कृष्ण दामोदरम्, रामनारायणं जानकी वल्लभम्, रामनारायणं जानकी वल्लभम्। हरे कृष्ण प्रभु। ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പം നമ്മള് ഇനി കാർത്തിക മാസത്തിന് എന്തുകൊണ്ടാ കാർത്തിക മാസം എന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഒരു പേഴ്സണൽ ഫോം ഉണ്ട്. കാർത്തിക മാസത്തിന് എന്തുകൊണ്ട് കാർത്തിക മാസം എന്ന് പറയുന്നത്? പറഞ്ഞു. രാധാദേവി കൃഷ്ണനെ പൂജിക്കുമ്പോ അതുപോലെ തന്നെ രാധാദേവിയും പൂജിക്കണം. രാധാദേവിയുടെ അമ്മയുടെ പേര്, രാധാദേവിയുടെ പേര് കീർത്തികാ കുമാരി. രാധാറാണിയുടെ മറ്റൊരു പേരായിരുന്നു കീർത്തികാ കുമാരി. രാധാറാണിയുടെ അമ്മയുടെ പേരെന്താണ്? കീർത്തിക.
കീർത്തികയുടെ മകളായ കീർത്തിതയുടെ മകളായ കീർത്തിക കുമാരി, ആ കീർത്തിക കുമാരിയുടെ പേരിലാണ് ഈ മാസത്തെ അറിയപ്പെടുന്നത് കാർത്തിക മാസം. അതുകൊണ്ടാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഭഗവാൻ കൂടുതൽ ഊർജ്ജസ്വലനായി, എനർജറ്റിക്കായി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? രാധാറാണി ഊർജേശ്വരി എന്നുകൂടി പറയും. ഫുൾ സ്ട്രെങ്ത് രാധാറാണിയിൽ നിന്ന്, ഊർജേശ്വരി. അപ്പം ഈ കാർത്തിക മാസത്തിന് ഭഗവാൻ കുറച്ചും കൂടെ സന്തോഷം കൂടും. കാര്യം രാധാറാണിയുടെ പേരിലാണ് ഈ മാസം അറിയപ്പെടുന്നത്. അതുകൊണ്ട് കുറെ ആക്ടിവിറ്റീസ്, കുറെ മിസ്റ്റീരിയസ് തിങ്സ്, കുറെ ബ്ലെസ്സിങ്സ് ഒക്കെ ഭഗവാൻ ചെയ്തു. അപ്പം അതിനർത്ഥം എന്താ? നമ്മള് രാധാറാണിയെ ആദ്യം സന്തോഷിപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പം ഹരേ എന്ന് ആദ്യം വിളിക്കുന്നത്. രാധാറാണിയുടെ പേരാണ് ഹരേ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇനി ഈ രാധാറാണിക്ക് കൃഷ്ണന്റെ സ്നേഹം എങ്ങനെ കിട്ടിയെന്ന് അറിയാമോ? രാധാറാണിക്ക് ഭഗവാനോട് ഭയങ്കര ഇഷ്ടം തോന്നും. അപ്പം രാധാറാണിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് നോക്കുമ്പം ഈ റോഡിൽ കൂടെ ഭഗവാന് പശുക്കളെയും കൊണ്ടൊക്കെ പോയി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം. കൃഷ്ണനാണെങ്കിൽ ഭയങ്കര സൗന്ദര്യം. എത്ര സൗന്ദര്യമുണ്ടോ! ബ്ലൂയിഷ് ക്ലൗഡ്, എത്ര രസമാ കാണാൻ. അതുകൊണ്ടല്ലേ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞത്, കൃഷ്ണ എന്ന് വിളിക്കുന്നത്. രാധാറാണിക്ക് അറിയാതെ ഒരു സ്നേഹം ഭഗവാനോട് വന്നു, കൃഷ്ണനോട് വന്നു. കൃഷ്ണനാണെങ്കിലുണ്ടല്ലോ, കൃഷ്ണൻ വളരെ കുസൃതിക്കാരായ നാട്ടി ബോയ്. കൃഷ്ണൻ അറിയാം രാധാറാണി എന്നെ നോക്കുന്നുണ്ട്. കൃഷ്ണൻ എപ്പോഴും രാധാറാണിയുടെ വീടിന്റെ മണ്ടി കൂടെ പോകുമ്പം കൃഷ്ണൻ അറിയാം അവിടെ ഒരാൾ നിപ്പോണ്ട്, ഒരു പെൺകുട്ടി നിപ്പോണ്ട്, എന്നെ നോക്കും. പക്ഷെ കൃഷ്ണൻ എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലാണ് രാധാറാണിയുടെ വീടെങ്കിൽ ആ വീട്ടിലെത്തുമ്പോൾ കൃഷ്ണൻ നേരെ ഫേസ് ലെഫ്റ്റ് സൈഡിൽ നോക്കി നടക്കും. എന്നിട്ട് കൃഷ്ണൻ ഒരു കള്ളച്ചിരി ചിരിക്കും. രാധാറാണിക്ക് ഭയങ്കര വിഷമം വരും. അപ്പം രാധാറാണിയുടെ ഫ്രണ്ട്സ്, കൂട്ടുകാരികൾ ചോദിക്കും, കൃഷ്ണൻ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയും. അങ്ങനാണെങ്കിൽ കൃഷ്ണന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട് എന്ന് പറയും. എന്താണ് ആ ഷോർട്ട് കട്ട്? തുളസി, വീട്ടിൽ തുളസി പിടിപ്പിക്കുക, തുളസിക്ക് വെള്ളമൊഴിക്കുക, തുളസിക്ക് സേവ ചെയ്യുക, തുളസിയെ സെർവ് ചെയ്യാൻ പറയും. അങ്ങനെ രാധാറാണി, ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് തുളസി ദേവിയെ, തുളസിയെ. അതുകൊണ്ട് രാധാറാണി വീട്ടിൽ തുളസി വെച്ചിട്ട് തുളസിക്ക് നിന്നും ജലമൊഴിക്കുകയും പാലൊഴിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ തുളസിയെ ആരതി ചെയ്യും, വിളക്ക് കൊളുത്തും. അതുപോലെ തുളസിയെ വിളക്ക് കൊളുത്തിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് ദാനങ്ങൾ ചെയ്യും. ഒരുപാട് 54 തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. 56 വെറൈറ്റി ഓഫ് ഫുഡ്, ഡെലീഷ്യസ് ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് കയ്യിലിരിക്കുന്ന മുത്തുകള്, പവിഴങ്ങള്, വജ്രങ്ങള്, നാണയങ്ങള്, ഗോൾഡ്, സിൽവർ എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യും. എങ്ങനാണെങ്കിലും കൃഷ്ണന്റെ സ്നേഹം നമുക്ക് കിട്ടണം. അങ്ങനെ ഒരിക്കൽ എന്ത് ചെയ്തു? അങ്ങനെ ഇരിക്കുമ്പം ഒരു പെൺകുട്ടി പുതുതായിട്ട്, ആ ബ്രജവാസികൾ ഇതുവരെ കണ്ടിട്ടില്ല, രാധാറാണി ഇതുവരെ കണ്ടിട്ടില്ല, രാധാറാണിയുടെ വീട്ടിൽ ഒരു പെൺകുട്ടി വന്നു. ഗോപദേവത എന്ന് പേര് പറയും. ഗോപദേവത. രാധാറാണി ഈ പെൺകുട്ടിയെ കണ്ടിട്ട് ഭയങ്കര സൗന്ദര്യം. രാധാറാണി പറയും, എനിക്ക് വല്ലാതെ മനസ്സിനൊരു അട്രാക്ഷൻ വരുന്നു, കൃഷ്ണനോടാണ് ഇതുപോലെ അട്രാക്ഷൻ വന്നിട്ടുള്ളത് എന്ന് പറയും. അപ്പം ഈ പെൺകുട്ടി പറയും, ഞാൻ കൃഷ്ണന്റെ വീട്ടിന്റെ അടുത്തു നിന്നാണ് വരുന്നത്, അതുകൊണ്ടായിരിക്കാം എന്ന് പറയും. അങ്ങനെ രാധാറാണിക്ക് ഭയങ്കര നീ ഭയങ്കര ലക്കിയാണല്ലോ, നിനക്ക് എന്നും കൃഷ്ണനെ ഞാൻ എന്നും കൃഷ്ണനെ കാണുമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര ഫ്രണ്ട്സ് ആവും, ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആവും. വൈകിട്ട് പോകുമ്പോൾ കരയും, പോകല്ലേ എന്നൊക്കെ പറയും. വീണ്ടും സമാധാനിപ്പിക്കും, കുഴപ്പമില്ല, നാളെ അതിരാവിലെ വരാം, ഏർലി മോർണിംഗ് വരും. ഏർലി മോർണിംഗ് എന്ന് സ്നേഹം പറയുമ്പോൾ പറയും, ഏർലി മോർണിംഗ് എത്ര മണി എന്ന് അറിയാമോ? ഏർലി മോർണിംഗ് 8 മണി. ഹരേ കൃഷ്ണ. സ്നേഹമുണ്ടോ അവിടെ? ഏർലി മോർണിംഗ് എത്ര മണിക്കാ? പ്രഭു എനിക്ക് എത്രയാണ്? ഹരേ കൃഷ്ണ. ഏർലി മോർണിംഗിൽ വരാമെന്ന് പറയും. ഏർലി മോർണിംഗില്
അങ്ങനെ ഏർലി മോർണിംഗിൽ വരും. അങ്ങനെ 2-3 ദിവസം അങ്ങനെ വന്നു. 4-ാമത്തെ ദിവസം രാവിലെ നോക്കിയിട്ടും ഈ പെൺകുട്ടി വന്നിട്ടില്ല, ഈ കൂട്ടുകാരി വന്നിട്ടില്ല. അങ്ങനെ രാധാറാണിക്ക് ഭയങ്കര സങ്കടം വരും, കരയും. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ലേറ്റായിട്ട് അങ്ങനെ വന്നു, ഓടി കേതച്ച് വിശർത്ത് തലയിലും പൂവെല്ലാം പോയി അങ്ങനെ വന്നു. അപ്പം രാധാറാണി കരഞ്ഞുകൊണ്ട് ചോദിക്കും, ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് ചോദിക്കും, എവിടെയാണ് നീ ഇവിടെ ഇതുവരെ? എന്താ ഇത്രയും താമസിച്ചത്? ഞാൻ കാണാഞ്ഞ് വിഷമിച്ചല്ലോ എന്ന് പറയും. അപ്പോള് ആ കൂട്ടുകാരി പറയും, വഴിക്ക് വെച്ച് ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്താണ് പ്രശ്നം? ഞാനത് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിക്ക് സങ്കടം വരും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നീ പറയൂ, നീ എന്ത് വേണമെങ്കിലും പറയൂ, പിണങ്ങരുത് എന്ന് പറയും. ഞാൻ പിണങ്ങുകയില്ല, ഞാനൊരു സത്യം പറയാം. രാധാറാണി ആ കൃഷ്ണനെയാണ് സ്നേഹിക്കുന്നത് എങ്കിൽ മറന്നുകളയും. ഇത്ര വൃത്തികെട്ട് ഒരു പയ്യൻ തോന്നിവാസിയാണ്, ഒരു നോട്ടി ബോയ് ആണ്, സ്നേഹിക്കാൻ കൊള്ളാത്തവനാണ്. ഈ കൃഷ്ണനെയാണോ നീ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്? രാധാറാണിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇത്രയും നാൾ നീ കൃഷ്ണന്റെ വീടിന് അടുത്താണെന്ന് വിചാരിച്ചിട്ടാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത്. ഇപ്പൊ നീ കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? എന്താണ്? നീ പറയും, ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല, ഞാൻ വരുന്ന വഴിക്ക് എന്റെ കയ്യിൽ കയറി കടന്നു പിടിച്ചു. ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? ഏതെങ്കിലും ആൺകുട്ടികൾക്ക് ചേർന്നതാണോ പെൺകുട്ടികൾ വഴിയെ വരുമ്പോൾ കയറി പിടിക്കുക എന്നുള്ളത്? ഇസ് എ നോട്ടി ബോയ്. രാധാറാണിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യവും സങ്കടവും വന്ന്, ഇനിമേൽ നീ കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരരുത്, നമ്മുടെ എല്ലാ ഫ്രണ്ട്ഷിപ്പും ഇവിടെ തന്നെ വെച്ച് ഡിസ്കണക്ട് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെൺകുട്ടി ചോദിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണോ രാധാറാണിക്ക് കൃഷ്ണനോട് എന്ന് പറയും. എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറയും. അങ്ങനാണെങ്കിൽ രാധാറാണി ഒരു നിമിഷത്തേക്ക് കണ്ണടയ്ക്കാൻ പറയും. അങ്ങനെ രാധാറാണി കണ്ണടയ്ക്കും. നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യുന്നതിലൂടെ കൗണ്ട് ഡൗൺ ചെയ്യും. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കണ്ണു തുറക്കാൻ പറയും. കണ്ണു തുറന്നു നോക്കുമ്പം ദാ നിൽക്കുന്നു, ഓടക്കുഴൽ ഊതിക്കൊണ്ട് ആര് നിൽക്കുന്നു അവിടെ? കൃഷ്ണൻ നിൽക്കുന്നു, ഭഗവാൻ നിൽക്കുന്നു. രാധാറാണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കൃഷ്ണ, നീ എവിടായിരുന്നു? എത്ര നാളായി നിന്നെ ഞാൻ ആലോചിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് മനസ്സിൽ കിനാവ് കണ്ടിട്ട് ഞാൻ എന്നും നോക്കും. നീ എന്റെ വീടിന്റെ മുന്നേ കൂടെ പോകുമ്പോ, പക്ഷേ നീ എന്നെ നോക്കുക കൂടി ചെയ്യാതെ നീ അപ്പുറത്തോട്ട് നോക്കി തിരിച്ചുകൊണ്ട് പോകുന്നത് കാണാം. എനിക്ക് എന്ത് വിഷമമായിരുന്നു ആ സമയത്ത്. അപ്പൊ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറയും, കഴിഞ്ഞ 4 ദിവസവും ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പം കൃഷ്ണൻ വേഷം മാറി വന്നതായിരുന്നു ആ പെൺകുട്ടിയുടെ രൂപത്തില്. എത്രത്തോളം സ്നേഹമുണ്ട് എന്നറിയാൻ, നമ്മൾ എത്രത്തോളം ഭഗവാനെ സ്നേഹിക്കുന്നുവോ അത്രത്തോളം കൃഷ്ണൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ? കീർത്തനം ചെയ്യാനുണ്ടോ? ഹരേ കൃഷ്ണ. സ്നേഹ അമ്മയില്ലേ അവിടെ? ഒരു മിനിറ്റ് പ്രഭു, ഞാൻ വിളിക്കാം. ഹരേ കൃഷ്ണ. അവിടെ വിളക്ക് കൊളുത്തിയോ? റെഡിയായോ? ബ്രഹ്മയുടെ അമ്മയും കാണുന്നില്ല, അച്ഛനെയും കാണുന്നില്ല. ഹരേ കൃഷ്ണ. അസൽ കൃഷ്ണൻ എന്ത് പറയാനുണ്ട്? പ്രഭു. ഗോവിന്ദ്. ഹരേ കൃഷ്ണ. ഷുവർ. അപ്പോൾ അജൽ കൃഷ്ണൻ എവിടെ? ഓക്കെ. എന്ത് പറയുന്നു അജൽ കൃഷ്ണൻ? അജൽ കൃഷ്ണന്റെ അച്ഛൻ എന്ത് പറയുന്നു? എന്താണ് മെസ്സേജ് തരാനുള്ളത് ഈ കാർത്തിക മാസത്തില്? കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? എന്ത് പറയാം? പറയും. പ്രാർത്ഥനകൾ മാത്രം, പ്രത്യേകിച്ചില്ല. ഓക്കെ. ഈ കാർത്തിക മാസത്തിൽ ഇതൊക്കെയാണ്. ഭഗവാന്റെ കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ ഭഗവാനെ കുറിച്ച് സ്മരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും.
പ്രയാസങ്ങളുണ്ട്. ഈ ഭൗതിക ലോകം ദുഃഖാലയം, അശാശ്വതം. മെറ്റീരിയൽ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു തരത്തിലും എല്ലാം പ്യുവറല്ല, പ്രയാസങ്ങളുണ്ട്. പക്ഷേ ആ പ്രയാസങ്ങളിലെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ് നമുക്ക് വരേണ്ടത്. AC-യുടെ റെഗുലേറ്റർ പോലെ, ഫാനിന്റെ റെഗുലേറ്റർ പോലെ ചൂടുണ്ട്. ഈ ചൂടിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല, പക്ഷെ ചൂടിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫാനിന്റെ അവിടെ ഒരു റെഗുലേറ്റർ ഉണ്ട്. ആ റെഗുലേറ്റർ കൂട്ടുന്നു, കുറയ്ക്കുന്നു. AC ആണെങ്കിൽ AC-യുടെ റെഗുലേറ്റർ അവിടെ കൂട്ടുന്നു, കുറയ്ക്കുന്നു, ഇല്ലേ? അതുപോലെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ ഭഗവാനോടുള്ള അടുപ്പം നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് കൃഷ്ണനെ ജനാർദ്ദന എന്ന് വിളിക്കുന്നത്. ജനാർദ്ദനൻ, സംരക്ഷകൻ, നമ്മുടെ എല്ലാവരുടെയും സംരക്ഷകനാണ്. നമ്മൾ ജീവിതത്തിന്റെ ഏതൊക്കെയോ ഭാഗമായിട്ട്, അതായത് അതാണ് യഥാർത്ഥ റൈറ്റ് എവല്യൂഷൻ തിയറി. ഏതൊക്കെയോ രീതിയിൽ നമ്മൾ എത്തി, ഏതൊക്കെയോ തരത്തിൽ നമ്മൾ എത്തി. ചിലപ്പോ ചില പ്രയാസങ്ങൾ വരും. ഇതൊക്കെ പൂർവജന്മത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായതി. പൂർവജന്മത്തിൽ ചെയ്യുന്ന പാപങ്ങൾ ഈ ജന്മത്തിൽ വ്യാധിയുടെ രൂപത്തിൽ വരും. ആ വ്യാധികളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ അവിടെ സംരക്ഷകൻ ജനാർദ്ദനനെ വിളിക്കണം. അതുകൊണ്ടാണ് കലിയുഗത്തില് പ്രിസ്ക്രൈബ്ഡ് മന്ത്രം, കലിയുഗത്തിലെ കലിസന്ധാരണ ഉപനിഷത്തിൽ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് മന്ത്രമാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ജപിക്കും. ആ മന്ത്രം ജപിക്കുന്നതോടൊപ്പം ഭഗവാന് നിവേദിക്കുന്നതോടൊപ്പം ഒരു ചെറിയ ജലമാണെങ്കിലും, ഇത്തിരി വെള്ളമാണെങ്കിലും, ഇത്തിരി പാലാണെങ്കിലും ദിവസവും, അല്ലെങ്കിൽ ഒരു ആപ്പിളിന്റെ കഷ്ണമാണെങ്കിലും ദിവസവും ഭഗവാന് മുന്നിൽ നമ്മൾ വെക്കുകയും അത് നമുക്ക് പ്രസാദമായിട്ട് നിവേദിച്ചിട്ട് എടുത്ത് കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്രയും ശരീരത്തിന് പ്യൂരിറ്റി കിട്ടും. അത്രയും ശരീരത്തിന് പ്യൂരിറ്റി കിട്ടും. നമ്മള് ചില അസുഖങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ അസുഖങ്ങൾ വരാതിരിക്കാനോ വേണ്ടിയിട്ട് പ്രിക്കോഷൻ നോക്കാറുണ്ട്. ഇന്ന ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. ചില കുട്ടികൾക്ക് അലർജി ഉണ്ട്. ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് മുഖത്ത് കുരുക്കൾ വരും. ചെറിയ പ്രായത്തില് മുഖക്കുരു എന്നുള്ള രീതിയിലല്ല വരുന്നത്, ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ. അല്ലെങ്കിൽ ശരീരത്തിന് സ്കിന്നിന്റെ ചില അലർജികൾ വരും. അപ്പൊ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും എണ്ണമയമുള്ള ആഹാരം കഴിക്കാൻ പാടില്ല, മുട്ട ചേർന്നുള്ള ആഹാരം കഴിക്കാൻ പാടില്ല, ബേക്കറി പലഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ വരുന്നു കഴിഞ്ഞാല് ഈ ആഹാരം നമ്മുടെ ശരീരത്തെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണ് പ്രഭുപാദര് പറയുന്നത് ആദ്യം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ വിഷയീ സുഖങ്ങളില്, വാസനകളില് നമ്മൾ ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ഉദരത്തിനെയാണ്. ഇന്ദ്രിയ നിയന്ത്രണം, ദ കൺട്രോൾ ഓഫ് എലമെന്റ്സ്. അതിനകത്ത് ആദ്യത്തെ നിയന്ത്രണം കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ഉദരത്തെയാണ്. ഈ ഉദരത്തിൽ നിന്നാണ് പിന്നീട് എല്ലാ എനർജിയും പോകുന്നത്. നമ്മുടെ മരത്തിന്റെ ചുവട്ടിൽ വെള്ളമൊഴിക്കുമ്പോൾ ബാക്കി എല്ലാ ശാഖകളിലും പോകുന്നതിന്റെ കൂട്ട് ഈ ഉദരത്തിൽ പോകുന്ന ആഹാരമാണ് പിന്നെ എല്ലാ ചിന്താമണ്ഡലങ്ങളെയും കൊണ്ടുപോകുന്നത്. നമ്മൾ എന്തുകൊണ്ട് കുട്ടികൾക്ക് ബ്രഹ്മി കൊടുക്കണം, അല്ലെങ്കിൽ നെയ്യ് കൊടുക്കണം, അല്ലെങ്കിൽ വെണ്ണ കൊടുക്കണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല കാര്യം. ആ വെണ്ണ സ്നിഗ്ധമാണ്. ആ വെണ്ണയിൽ ഒരു ഗുണമുണ്ട്. അത് നമ്മുടെ എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യാൻ അത് ഉപകരിക്കും. സിമ്പിൾ കാര്യമാണ്. ഇത് ഭഗവാന് നിവേദിക്കുമ്പോൾ അത് ഒന്നുകൂടെ പ്യുവറായി. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് വെണ്ണ. അതുകൊണ്ടാണ് ബ്രജഭൂമിയില് വൃന്ദാവനത്തില് ഈ കാർത്തിക മാസത്തില് ഈ ഗോപികമാരെടുത്ത് വെണ്ണ മോഷ്ടിക്കാൻ പോകുന്നത്. വെണ്ണ ഭഗവാനുള്ളതാണ്, നമുക്കുള്ളതല്ല. അതുകൊണ്ടാണ് വെണ്ണ ഭഗവാന് നിവേദിച്ചിട്ട്, നെയ്യ് ഭഗവാന് നിവേദിച്ചിട്ട് നമ്മൾ അത് കുട്ടികൾക്ക് കഴിക്കണം, കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകും എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, അതിനകത്ത് വേറെ ഒരു ലോജിക്കും ഇല്ല. ഇത്രയേ ഉള്ളൂ അതിന്റെ കൺസെപ്റ്റ്.
അത് സാധാരണ രീതിയിൽ മറ്റുള്ള പ്രൊഫഷണൽ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് കൊമേഴ്സ്യൽ ആവും. അത് കൊമേഴ്സ്യൽ ആവുമ്പോഴത്തേന് അതിന് വേറൊരു തലം വരും. ഇതിപ്പം ഞാനിവിടെ സിമ്പിൾ ആയിട്ട് പറയുന്നതുകൊണ്ട് ഒരു പക്ഷെ ചിലർക്ക് അതിന് വാല്യൂ ഉണ്ടാവില്ല. അതല്ല ഒരു 1000 2000 ദിർഹംസോ അല്ലെങ്കിൽ അത്രയും കൊടുത്ത് നമ്മൾ പൂജകളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് അതിന് ആ ഇരിക്കുന്ന 500 ഗ്രാം ബട്ടറിന് അല്ലെങ്കിൽ നെയ്യിന് വാല്യൂ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പം അതുകൊണ്ട് ഭഗവാന് നിവേദിച്ച് ഭഗവാൻ ഇഷ്ടപ്പെടുത്തിയ നിവേദ്യശിഷ്ടം നമ്മൾ കഴിക്കുമ്പോൾ ആ ഉദരം പ്യൂരിഫൈ ആവുകയും ആ ഉദരത്തിൽ നിന്നുള്ള എനർജി അതിൽ ഫിൽട്ടർ ചെയ്ത് പുകയില്ലാത്ത പൊള്യൂട്ടഡ് അല്ലാത്ത ഒരു സ്മോക്ക് ഇല്ലാത്ത ഒരു എനർജി കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് പണ്ടുള്ളവര് നെയ്യ് നിവേദിച്ചിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി എണ്ണയൊക്കെ നിവേദിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? സംശയമുണ്ടോ എന്തെങ്കിലും? ഹരേ കൃഷ്ണ, എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഹരേ കൃഷ്ണ. പ്രീതമാതാജി, ഹരേ കൃഷ്ണ, എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഇല്ല പ്രഭു, ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. ഇല്ല, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പം നമ്മള് അഷ്ടകത്തിലോട്ട് പോകുന്നതിന് മുമ്പിട്ട് ബ്രഹ്മി റെഡി ആയിട്ടുണ്ടോ? ബ്രഹ്മിയല്ലേ പ്രീതമാതാജി പറഞ്ഞിരുന്നത്? ആണ്, ഞാൻ വിളിച്ചു നോക്കാം. അതെ, അവിടെ എന്തോ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. കുഴപ്പമില്ല, നെറ്റ് ഇഷ്യൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആഴ്ച നോ ഇഷ്യൂ. ഒരുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്, കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളൊരു കീർത്തനവുമായിട്ട് വീണ്ടും വരും. ആര് കീർത്തനം ചെയ്യും? അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറി പറയാമോ? ഇതുവരെ ആരും പറഞ്ഞിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. തീർത്ഥയ്ക്ക് പാടാൻ പറ്റുമോ? ചെറിയ 2 വരി. റെഡി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പാടാം. ബുക്കിഡ്. ഓക്കെ, വെരി ഗുഡ്. ബ്രഹ്മി, ഹരേ കൃഷ്ണ, പാടിക്കോളൂ. കുഴപ്പമില്ല, പൂജ ചെയ്തു പാടും. പാട്ടില് പാടിക്കോളൂ. ഓ, പാടിക്കോളൂ. നെക്സ്റ്റ് വീക്കിലെ പാടുന്നുള്ളൂ. ഇപ്പൊ ആരാ പാടുന്നത്? ജാൻവിയ പാടുന്നേ? മ്യൂട്ടാണ്, മ്യൂട്ടാണ്. ജാൻവി അൺമ്യൂട്ടാക്കാൻ നോക്കിയിട്ട് ആവുന്നില്ല. ചേച്ചി പോവുകയും ചെയ്തു. പാടിക്കോളൂ. ഹരേ കൃഷ്ണ, താങ്ക് യു, വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, അടുത്ത ആഴ്ച വീണ്ടും പാടണം. ഹരേ കൃഷ്ണ. വീണ്ടും സ്നേഹയുടെ അടുത്തോട്ട് വരികയാണ്. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. സ്നേഹ.
ഒരു പാട്ട് കൂടെ പാടിക്കോളൂ അവിടെ റെഡി ആവുമ്പോഴത്തേന്. ഓക്കെ, ഹരേ കൃഷ്ണ. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. हरि नाम संकीर्तन की जय. जय.
താങ്ക് യു ഹരേ കൃഷ്ണ. നമ്മൾ അടുത്തൊരു പ്രോസസ്സിങ് നമ്മൾ ഇതുവരെ ചെയ്തില്ല. നമ്മൾ അടുത്ത് എന്താണ് ചെയ്യാനുള്ളത്? എന്താണ് ഇതുവരെ ചെയ്യാതിരുന്നത്? മെഡിറ്റേഷൻ നമ്മൾ ചെയ്തില്ല. ചെയ്തോ? ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് എത്ര ബ്രീത്ത് കൗണ്ട് എടുക്കും? യെസ്, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തില്ല. അപ്പൊ നമ്മള് എത്ര ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കും? 20. വെരി ഗുഡ്. അനഹി പറഞ്ഞു 20 എടുക്കുന്നു. വെരി ഗുഡ്. ഓക്കെ, റെഡി അല്ലേ 20 എടുക്കാൻ? ഓക്കെ, രാഹുൽ റെഡി അല്ലേ? 20. അപ്പൊ നമ്മള് മാക്സിമം ബ്രീത്ത് ഇൻസൈഡ് അകത്തോട്ട് എടുക്കും. നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്യും. ബ്രീത്ത് മൗത്തിലൂടെ പുറത്തോട്ട് വരും. ആ മൗത്തിലൂടെ വരുമ്പോൾ എന്ത് ശബ്ദമാണ് കേൾക്കേണ്ടത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഫിൽട്ടർ ചെയ്ത് വിടും. ഓക്കെ, റെഡി? 1 2 3 4 സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ.
Hare Krishna Krishna Hare Hare Rama 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 Hare Hare Krishna Krishna Hare Hare Rama 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 Hare Hare Krishna Krishna Hare Hare Rama 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 Hare Hare Krishna Krishna Hare Hare Rama 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 Hare Hare Krishna Krishna Hare Hare Rama Rama Hare Hare. Hare Krishna Hare Hare Rama Rama Hare Hare Krishna Krishna Hare Hare Rama Rama Hare Hare Krishna Krishna Hare Rama Rama Hare Hare Krishna Krishna Hare Hare Krishna, Hare Krishna. Hare Krishna Hare Rama Hare Rama. Hare Krishna, Hare Rama, Hare Rama, Hare Krishna Hare Rama Rama Hare Hare Krishna Krishna Hare Hare Rama Rama Hare Hare Krishna Krishna Hare Rama Rama Hare Hare Krishna Krishna Hare Rama Rama Hare Hare Krishna Krishna Hare Rama Rama Hare Hare. Hare Krishna, Krishna. Hare Krishna Hare Rama Rama Hare Hare Krishna 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 Krishna Hare Rama Rama Hare Hare. Hare Krishna Hare Rama Rama Hare Hare Krishna 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 Krishna Hare Rama Rama Hare Hare. Hare Krishna Hare Rama Rama Hare Hare Krishna 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 Krishna Hare Rama Rama Hare Hare. Hare Krishna Hare Rama Rama Hare Hare Krishna Krishna Hare Rama Rama Hare Hare Krishna Krishna Hare Rama Rama Hare Hare Krishna Krishna Hare Rama Hare Hare Krishna Krishna Hare Rama Rama Hare Hare Krishna Krishna Hare Rama Hare Hare. Hare Krishna Hare Rama Rama Hare Hare Krishna Krishna Hare Rama Rama Hare Hare Krishna Krishna Hare Rama Rama Hare Hare Krishna Krishna Hare Rama Hare Hare Krishna Krishna Hare Rama Rama Hare Hare. Hare Krishna Hare Rama Rama Hare Hare Krishna 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 Krishna Hare Rama Rama Hare Hare. Hare Krishna Hare Rama Rama Hare Hare Krishna Hare Rama Rama Hare Hare Krishna Hare Rama Rama Hare Hare Krishna Hare Rama Hare Hare Krishna Krishna Hare Rama Rama Hare. Hare Krishna Hare Rama Rama Hare Hare Krishna Krishna Hare Rama Rama Hare Hare Krishna Rama Hare Hare Krishna Krishna Hare Rama Rama Hare Hare Krishna Krishna Hare Rama Rama Hare Hare. ഹരേ കൃഷ്ണ. എത്ര പ്രാവശ്യമായി? 20 ആയി കാണും. 20 ആയി കാണും. ഓക്കെ, ഹരേ കൃഷ്ണ, താങ്ക് യു. ഇപ്പൊ എന്ത് തോന്നുന്നു? ഫ്രഷ് ആയിട്ട് തോന്നുന്നു അല്ലേ? വെരി ഗുഡ്. അപ്പൊ നിവർന്നിരുന്നിട്ട് നമ്മൾ ബ്രീത്ത് മേലോട്ട് വലിച്ചിട്ട് പുറത്തോട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് പുറത്തോട്ട് പറയണം. അപ്പൊ വരുമ്പം ആ ബാക്ക് ബോൺ ഒക്കെ നല്ല ഒന്നുകൂടെ എക്സ്പാൻഡ് ആവും. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, റെഡിയല്ലേ ബ്രഹ്മി? വിളക്ക് കൊളുത്തിയോ? റെഡിയായോ? അപ്പൊ നമ്മൾ അടുത്തത് അഷ്ടകത്തിലോട്ട് കടക്കും. ദാമോദരാഷ്ടകം. ഈ ദാമോദരാഷ്ടകം ഭാഗവതത്തില് ഉലൂഖല ബന്ധനം, ഭഗവാൻ ഈ ദാമോദരനെ പിടിച്ചു കിട്ടിയ ആ ഭാഗമാണ് ഉലൂഖല ബന്ധനം. ആ ഉലൂഖല ബന്ധനം ഭാഗവത്തിൽ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്.
ആ വർണ്ണനയാണ് പത്മപുരാണത്തില് സത്യവ്രത മുനി അഷ്ടക രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. പത്മപുരാണത്തിൽ വീണ്ടും റെഫർ ചെയ്തിരിക്കുന്നത്. ആ അഷ്ടകമാണ് നമ്മൾ ഇന്ന് ജപിക്കുന്നത്. ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് 4 പ്രാവശ്യം പാദകമലങ്ങളിൽ നിന്ന് മുഖകമലത്തിലേക്ക് 1 2 3 4 4 പ്രാവശ്യം നമ്മൾ അഷ്ടകം ചെല്ലുമ്പോൾ 4 പ്രാവശ്യം ആരതി ചെയ്യണം. ഈ ചെറിയ ഒരു നെയ്വിളക്ക് ആരതി കൊണ്ട് തന്നെ നമ്മുടെ തലമുറ മാത്രമല്ല, നമ്മുടെ പിതാമഹന്മാർക്കുള്ള 7 തലമുറയ്ക്കുള്ള പിതാമഹന്മാരുടെ ആത്മാവിന് ശാന്തി കിട്ടും. ഈ നെയ്വിളക്ക് ഇന്ന് ദാമോദരാഷ്ടകം ചൊല്ലി വെക്കുന്നതിലൂടെ വരുന്ന 7 തലമുറയ്ക്ക് 7 ജനറേഷൻ വരുന്ന തലമുറകൾക്ക് കൂടി നമ്മൾ അവർക്ക് ഗുണം കൊടുക്കുകയാണ്, ഭഗവാൻ അനുഗ്രഹം കൊടുക്കുകയാണ്. ഹരേ കൃഷ്ണ. ബ്രഹ്മ റെഡി അല്ലേ? സാർ ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. നമ്മൾ ഈ ആരതി ചെയ്യുമ്പോ കാലിന്ന് മുകളിലോട്ട് വരെ പോകുമ്പോ അത് ക്ലോക്ക് വൈസ് ആണോ അതോ ആന്റി ക്ലോക്ക് വൈസ് വഴിയാണോ പോവാ? ക്ലോക്ക് വൈസ്. ഓക്കെ. ക്ഷേത്രത്തിൽ നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോഴും ക്ലോക്ക് വൈസ് ആണ്. ഹരേ കൃഷ്ണ. റെഡിയായോ? ഓക്കെ, സൂം ചെയ്തോളൂ. വിളക്ക് കത്തിച്ചു, കാണിക്കട്ടെ? കാണിച്ചോളൂ, സൂം ചെയ്തോളൂ. സൂം ചെയ്യും. അപ്പൊ നമ്മൾ നാഷ്ടകം ചെയ്യും. അപ്പൊ നെയ്വിളക്കാണ്. കത്തിച്ചിട്ടില്ല, പക്ഷെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുക്കി വെച്ച് കത്തിച്ചോളൂ. സ്നേഹയുണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. അപ്പം എല്ലാം റെഡി ആയിട്ടിരിക്കും. ഓക്കെ, റെഡി ആയിട്ട്. ഓക്കെ, വളരെ മനോഹരമാണ്. കുറച്ചും കൂടെ അതിന്റെ ആംഗിൾ വെച്ച് കഴിഞ്ഞാല് സൂം തിരിച്ചു കാണട്ടെ, ഫ്രണ്ട് കാണട്ടെ. ദിലീപ്ജി 1 മിനിറ്റ്. സ്നേഹ, അപ്പൊ നമ്മളെല്ലാവരും അഷ്ടകം ചൊല്ലുകയാണ്. അഷ്ടകം ചൊല്ലുമ്പോൾ മ്യൂട്ടാക്കിക്കൊണ്ട് എല്ലാവരും കൂടെ ചെല്ലണം. റിപ്പീറ്റേഷൻ ഇല്ല. ദാമോദരാഷ്ടകം കീ ജയ്. അതിനു മുമ്പായിട്ട് ഈ ദിലീപ് ജിയുടെ വീടിനും സുമേഷ് ജിയുടെ ഭവനത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് പ്രാർത്ഥിക്കാം, ഒരേ മനസ്സോടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓക്കെ സ്നേഹ, അഷ്ടകം ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാവിലോകലാദവമാനം പരാമൃഷ്ടമത്യന്തോ ധൃത്യ ഗോപ്യാ രുദന്തമോർനേത്രയുഗ്മം രജന്തം തരാംബുജയുഗ്മേന സതങ്കനേത്രം മുശ്വാസകംപാതിരകങ്കകണ്ഠ സ്ഥിതഗ്രീവം ദാമോദരം ഭക്തിബദ്ധം ഇതി ദൃക്സ്വലീലാബലാനന്ദകുണ്ഡേ സ്വഘോഷം നിമജ്ജന്തമാഖ്യാപയന്തം തദീശിതജ്ഞേഷു ഭക്തർജിതത്വം മാതസ്തം ശ്രദ്ധാവൃത്തിവന്ദേ വരം ദേവമോക്ഷം ന മോക്ഷാം വദിംവ ന ചാന്യം ഋണേഹം മഹേഷദപീന
idam deva punata gopala balam sada me manasya virastam kimanye idam te mukhambojam matyantanile vritam kuntalai snigdharasesha gopyam Muhashtumbitam bimbaratyadaram me manasya virastamalam lakshalabhe Namo Devadamodarananta Vishnu Prasida Prabho Dukha Jalabhimagnam Kripa Drishti Vishtyati Dinam Bhatanu Grihani Shamamagnyam Nidakshidrishya Kuberatmajo Bhadra Murtvaiva Yadva Tvaya Mochitau Bhakti Bhajo Krito Cha Tatha Prema Bhaktim Swakamni Prayaksha Namo Kshigraho Me Sri Damodareva Namaste Sudamne Spuraditidamne Tvadiyodaraya Vishwasya Namne Namo Radhikaya Tvadiya Priyaya Namo Nantalilaya Devaya Tubhyam Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare 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 Krishna 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 Hare 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 Ram 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 Hare Damodara Jaya Damodara Damodara Jaya Damodara Prabhupada Jaya Prabhupada Prabhupada Jaya Prabhupada Damodar Bhagwan ki Jai Kartik Pura ki Jai ജയ് ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ദിലീപിജിയുടെ അവിടെ ആണെങ്കിലും സുമേഷ് ജിയുടെ അവിടെ ആണെങ്കിലും വളരെ മനോഹരമായി രണ്ടിടത്തും ഭഗവാനെ കാണാൻ. ഭഗവാൻ അലങ്കാരപ്രിയനാണ്. ഭയങ്കര അലങ്കാരം. എത്രത്തോളം നമ്മൾ പുഷ്പങ്ങളൊക്കെ കൊണ്ട് അലങ്കരിക്കുമോ അത്രത്തോളം ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. അലങ്കാരപ്രിയൻ എന്നാണ് ഭഗവാനെ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് വൃന്ദാവനത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നത് എത്ര വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ ആയിരിക്കും ഭഗവാൻ ഇട്ടിരിക്കുന്നത്. കാര്യം അത്രയ്ക്ക് ഇഷ്ടമാണ്. ഭഗവാൻ എന്ത് ഇഷ്ടമാണോ അതാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളും ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം നമ്മുടെ കബോർഡ് തുറന്നിട്ട് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണോ ആ വസ്ത്രം എടുത്തിട്ട് വേണം നമ്മൾ പോകാൻ. കാര്യം ഭഗവാനും അലങ്കാരപ്രിയനാണ്. ഭഗവാന്റെ ഭക്തനും നല്ല രീതിയിൽ വരുന്നത് ഭഗവാൻ ഇഷ്ടമാണ്. നമ്മൾ ഉള്ളത് അല്ലാതെ കടം വാങ്ങിച്ച്, പൈസ ഇല്ലാത്തവരെ കടം വാങ്ങിച്ച് പോകണം. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള വസ്ത്രങ്ങളിൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടുപോകണം. അല്ലാതെ സിമ്പിളായിട്ട് കീറിയ തുണി, നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണാറുണ്ട്. സെറ്റ് മുണ്ടെടുക്കും ഉണ്ട്, നല്ലതുണ്ട്. പക്ഷെ ക്ഷേത്രത്തിൽ പോവല്ലേ, ക്ഷേത്രത്തിൽ ഇത്ര അണിഞ്ഞൊരുങ്ങി പോകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ട് കീറിയ മുണ്ടൊക്കെ എടുത്തു കൊടുത്തുകൊണ്ട് പോകുന്ന കാണാം. അപ്പം ഭഗവാൻ നമുക്ക് കനിഞ്ഞു തന്നിരിക്കുന്ന വസ്ത്രങ്ങള് നമ്മൾ ഭഗവാനെ കാണിക്കാതെ അലമാരി വെച്ചിരിക്കുകയാണ്. ഇതാരാണോ അൾട്ടിമേറ്റ് ആയിട്ട് തന്നത് ആ അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പം അത് അദ്ദേഹത്തിനെ കൊണ്ടുപോയി കാണിക്കണം. കൃഷ്ണ, ഇത് അങ്ങ് തന്നതാണിത്, അങ്ങ് തന്നിരിക്കുന്നതാണ് ഈ ഭാഗ്യങ്ങൾ. അതായിരിക്കണം നമ്മുടെ മനസ്സ്.
ഹരേ കൃഷ്ണ, താങ്ക് യു. ഈ കാർത്തിക മാസത്തിൽ സുമേഷ് ജി, ബ്രഹ്മയുടെ അച്ഛൻ എവിടെ, അച്ഛനും അമ്മയും എവിടെ, എന്താണ് പറയാനുള്ളത് മെസ്സേജ്? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹലോ സുമേഷ് ജി പറഞ്ഞോളൂ. ഹരേ രാമ. ഹരേ കൃഷ്ണ, പറയൂ. അല്ല, ഇങ്ങനൊരു അവസരം കിട്ടിയാൽ ഒത്തിരി സന്തോഷം, ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഹരേ കൃഷ്ണ. ഇത് ഭഗവാനുമായിട്ടുള്ള കണക്ഷനാണ്. ഇതെല്ലാം ഭഗവാനായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഭഗവാനാണ് നിയോഗിക്കുന്നത് എല്ലാം എന്നുള്ളത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വളരെ പെട്ടെന്ന് പറഞ്ഞിങ്ങനെ ചെയ്തത്. ഹരേ കൃഷ്ണ, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. കൊറോണ സമയത്തും നമുക്ക് ഇതിനൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇങ്ങനെ ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലും അവരുടെ നല്ലൊരു വാസനയെ പിന്നെ തിരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു മാർഗം ഉദ്ദേശിക്കുന്ന താങ്കൾക്ക് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ. ഭഗവാന്റെ അനുഗ്രഹമാണ്, ഗുരുവിന്റെ അനുഗ്രഹമാണ്, ഇതെല്ലാം ഭഗവാന്റെ നിയോഗങ്ങളാണ്. ഹരേ കൃഷ്ണ. ഇത് ആരതി ഒഴിയണോ? നമ്മള് ആരതി ഒഴിഞ്ഞില്ലേ? കഴിഞ്ഞല്ലോ. ഇല്ല, വിളക്ക് കത്തിച്ചു വെച്ച് പൂവിട്ടതേ ഉള്ളായിരുന്നു. ആരതി ഒഴിഞ്ഞ ആരതി ചെയ്യാനാണ് പറഞ്ഞത്. ആരതി ചെയ്യൂ, പെട്ടെന്ന് ആരതി ചെയ്യൂ. 4 പ്രാവശ്യം ആരതി ഒഴിയണം. ഓക്കെ, ഒരു ദീപം എടുത്ത് ചെയ്താൽ മതിയോ? ഒരു വിളക്കെടുത്തിട്ട് 4 പ്രാവശ്യം. ഓക്കെ, ഭഗവാന്റെ മുന്നിൽ ആരതി ചെയ്യുക. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ദാമോദര ഭഗവാൻ കീ ജയ്. ദാമോദര അഷ്ടകം കീ ജയ്. കാർത്തിക മാസം കീ ജയ്. കാർത്തിക മഹിമ കീ ജയ്. നമാമീശ്വരം സച്ചിദാനന്ദ രൂപം ലസത് കുണ്ടലം ഗോകുലേ വ്രാജമാനം. ഹരേ കൃഷ്ണ. എന്നും ഗോകുലത്തിൽ സന്തോഷമായിരുന്നു കൃഷ്ണ. ആ സന്തോഷം നമ്മുടെ കുടുംബത്തിൽ തരയണമേ, നമ്മുടെ മക്കൾക്ക് കൂടി തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ, നീ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഗോപി പ്രഭു ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? ആണോ? ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, അമ്മയില്ലേ? അമ്മ ക്ലാസ്സിലായോ? ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് കൺക്ലൂഡ് ചെയ്യാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാം, മെസ്സേജ് ചെയ്യാൻ. കുട്ടികൾ ഒരുപാട് വിശന്നിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. വളരെ ചെറിയ മെസ്സേജ് പറഞ്ഞോളൂ. നാളെ എന്താ സെലിബ്രേഷൻ എല്ലാവർക്കും അറിയോ? നാളെ എന്താ സെലിബ്രേഷൻ? ദീപാവലി പറഞ്ഞ എന്താണ്? എന്താണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണത് ദീപാവലിയും കൊണ്ട്? രാമനും സീതയും ഒക്കെ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലേ? ഒരു കാര്യം കൂടി ഉണ്ട് ദീപാവലിയുടെ പ്രത്യേകത. എന്താണ് പറയൂ? അറിയോ ആർക്കെങ്കിലും? കൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെന്താ ഉള്ളത്? വാട്ട് മോർ? There is one more important thing and you all know about it. എല്ലാവർക്കും അറിയാം, but somehow it's missing somewhere. വിളക്ക് കത്തിച്ചു വെക്കും, ലൈറ്റ്. Fine, very good, very good. That's how we celebrate Deepavali. വേറെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു കാര്യം കൂടെ. ദീപങ്ങളുടെ കൂട്ടം. സോറി, കേട്ടില്ല. ദീപങ്ങളുടെ കൂട്ടം. Yes, very good, correct. There is one more thing which happened in this Diwali day, and that is Damodar Leela. Okay,
So tomorrow is a special day for Lord Damodar also. So you have to do more celebration, make more sweets for Krishna, pray for his blessings, right? Every one of you. More, light more lamps. ഇപ്പൊ പറഞ്ഞില്ലേ നിറയെ വിളക്ക് കത്തിക്കും. ഭഗവാന് മണ്ഡൽ പ്രഭു പറഞ്ഞു നമ്മള് എല്ലാ ദിവസവും നെയ് വിളക്ക് കാണിക്കണം. So to get the mercy of Krishna, what can you do? Tomorrow special day. So we will all celebrate Deepavali with full enthusiasm. We will light more lamps. We will offer nice prasadam to Krishna, and we will have good time with Krishna. Okay? Hare Krishna. Happy Deepavali to everyone. Enjoy. Happy Diwali. Happy Diwali. Hare Krishna. Happy Diwali. Hare Krishna. Thank you. Happy Diwali. Hare Krishna. Diwali seat കൊണ്ടുവരണം കേട്ടോ എല്ലാവരും. കൃഷ്ണ ഹരേ കൃഷ്ണ. താങ്ക് യു. ദിലീപ് ജി എന്തുണ്ട് പറയാൻ? ഒരു വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മള് വളരെ ഒരു അതിശയമായിരുന്നു. നിയോഗമാണ്, അത്രേ ഉള്ളൂ. അതെ അതെ. എന്തായാലും എല്ലാം നല്ലതായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷമുണ്ട്. എല്ലാ ആഴ്ചയിലും അച്ഛൻ ഇതിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. Okay, happy Diwali. Krishna bless you. Hare Krishna. Brahmi Hare Krishna. Janvi Hare Krishna. Rashmi Hare Krishna. Abhinav Hare Krishna. Achal Krishnan Hare Krishna. Rashi Hare Krishna. Rahul Hare Krishna. Tirtha Hare Krishna. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് സീതമാതാജി ഹരേ കൃഷ്ണ. പിന്നെ നമ്മൾ ഒന്നുകൂടി നമ്മൾ എന്നും പ്രാർത്ഥിക്കാറുള്ളത് നമ്മൾ മനോജിയുടെ അച്ഛൻ ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ നമ്മുടെ പുഷ്പൻജിയുടെ അമ്മയ്ക്കും സുഖമില്ലാതിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർ കൂടി നമുക്ക് ഒരുമിച്ച് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ? എന്തോ സ്റ്റാർട്ട് ചെയ്യല്ലേ കൗണ്ട് ഡൗൺ?